ഇന്ന് ചായക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗീ റസ്ക് കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചു. അപ്പോൾ ചെയ്യാനായിട്ടൊന്നും വയ്യായിരുന്നു, കാലിൽ ചെറുതായിട്ടൊന്ന് പണി കിട്ടിയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള കറിക്കുള്ളത് പയർ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ സഹായത്തിന് അന്നമോളും കൂടി ഉണ്ട്. അന്നമോളും വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഇരട്ടിപ്പണി ചെയ്യാനാണ് അവൾ നിൽക്കണമെന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മൾ കുട്ടികൾ സഹായിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ തടയേണ്ടെന്നല്ലേ പറയാറ്. കുറച്ച് നാളായി ചെടിക്കൊക്കെ ഒന്ന് കെയർ കൊടുത്തിട്ട്, അപ്പോൾ കുറച്ച് കെയർ ആവാമല്ലേ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക കേട്ടോ. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യണതാട്ടാ, ചെടിക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തന്നെ മൂടി വെക്കാമെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം തുറക്കുള്ളൂ കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള പാലപ്പത്തിനുള്ളത് കലക്കി വെക്കുക കേട്ടോ. ഒരു ഗ്ലാസ് അരിപ്പൊടി, അതായത് പാലപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം ചെരുകി അതിലിടുന്നുണ്ട്. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ അളവ് ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ ആവശ്യത്തിന് മധുരവും ഞാൻ അതിൽ ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ അതൊക്കെ കൂടി അങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പോൾ രാത്രിത്തെ വിശേഷം കഴിഞ്ഞു കേട്ടോ.